വെൽക്കം ടു മൈ ചാനൽ. ഞാൻ രാജി ജോൺസൺ. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഒരു വീഡിയോ ആണ്. വലിയ വീഡിയോ ഒന്നുമല്ല, ഞങ്ങൾ അടുത്ത വീട്ടിലുള്ള കുറച്ച് പേരുകൾ ചേർന്ന് ന്യൂ ഇയർ ആഘോഷിക്കുന്നതാണ്. അതെല്ലാ വർഷവും ഇവർ ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാവാറില്ല. പക്ഷേ ഭാഗ്യവശാൽ ഈ പ്രാവശ്യം ഞാനും ഇവരോട് കൂടിയപ്പോൾ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഒരു കേക്ക് കട്ട് ചെയ്യാം, പിന്നെ ക്രിസ്മസ് ഫ്രണ്ട് ഇടും, എന്നിട്ട് എല്ലാവരും ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറും. ഞങ്ങൾ ഓൾറെഡി ഒരു 100 രൂപയുടെ ഗിഫ്റ്റാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വലിയ ആഘോഷങ്ങളൊന്നുമില്ല, എന്നാലും അടുത്ത് താമസിക്കുന്നവർ തമ്മിലുള്ള ഒരു സ്നേഹ വിരുന്ന് പോലെയാണ് ഞങ്ങളിത് ആഘോഷിക്കുന്നത്. ഹാപ്പി ന്യൂ ഇയർ. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം എല്ലാവരും കഴിച്ച്, അതിന് ശേഷം ഞങ്ങളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരുടെയും പേരൊക്കെ എഴുതി ഒരു ഡബ്ബയിലിട്ട് വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് ഓരോരുത്തർക്കും കൊടുക്കുകയാണ്. ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും കേക്കില്ലെങ്കിൽ അതിനൊരു പൂർണ്ണത വരില്ല. അത് പരസ്പരം സ്നേഹം പങ്കുവെക്കലിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് സ്നേഹത്തോടെ അതൊക്കെ ആസ്വദിച്ച് കഴിച്ചു. എന്ന് പറയുന്നത് ക്രിസ്മസ് ഫ്രണ്ട് എടുക്കലാണ്. അത് ഞങ്ങൾ അപ്പോഴേ തന്നെ എഴുതിയിട്ടിട്ട് അന്നേരം തന്നെ എടുത്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു ഡിമാൻഡ് ഉള്ളത്, ഞങ്ങളൊരു ഫാമിലി പോലെയാണല്ലോ. അപ്പോൾ ഓരോ വീട്ടിലും ഇപ്പോൾ 2-3 അംഗങ്ങളൊക്കെ ഞങ്ങൾ ഈ സെലിബ്രേഷനിൽ ഉണ്ടാകും. അപ്പോൾ ഒരു വീട്ടിലെ ആൾ തന്നെ കിട്ടുവാണെങ്കിൽ ഞങ്ങളിത് നറുക്കിട്ട് എടുത്ത പാട് തന്നെ, നറുക്കിട്ടല്ല, അതിന് ഞങ്ങൾ ഓരോന്ന് എടുക്കും. എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ഞങ്ങളത് മാറ്റിയിട്ട് വേറെ എടുക്കും. ഒരേ വീട്ടിലേക്ക് തന്നെ ഒരു സാധനം തന്നെ കിട്ടുമ്പം പരസ്പരം അവർക്ക് അറിയായിരിക്കും. അപ്പോൾ അതിനതൊരു രസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും തന്നെ ക്രിസ്മസ് ഫ്രണ്ട് എടുത്തു. എല്ലാവരും ഗിഫ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഗിഫ്റ്റ് കണ്ട് നിങ്ങൾ ചിരിക്കരുത്. അത് വളരെ ലഘുവായിട്ടുള്ളൊരു ഗിഫ്റ്റായിരിക്കും ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുള്ളത്. ക്രിസ്മസിന് കേക്ക് മുറിക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിസ്മസ് ഫ്രണ്ട് ഇടാന്നുള്ളത്. അത് നമ്മളിപ്പം എവിടെയാണെങ്കിലും എല്ലാവരും, അയൽവക്കത്തായാലും ഹോസ്പിറ്റലിലായാലും അല്ലെ വർക്ക് ചെയ്യുന്ന എവിടെയാണെങ്കിലൊക്കെ ക്രിസ്മസ് ഫ്രണ്ട് ഇടും. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. രാവിലെ 6:30 പോകുമായിരുന്നു. പക്ഷെ ഇപ്പൊ വൈകി മോന്റെ കൂടെയാണ് പോണ്. ഹാപ്പി ന്യൂ ഇയർ. ഞാനേ അല്ല, എന്നും എവിടെയെങ്കിലും പോകുമ്പൊക്കെ വിളിക്കും. എവിടെയെങ്കിലും വിളിച്ചാലേ അപ്പൊ അമ്മയുടെ ഞാനത് രേഷ്മേ തേങ്ങ കാണുന്ന പോലെ ഇല്ല. രാജീവ് ചേട്ടൻ എനിക്കറിയാം. ഞാൻ എഴുതി വെച്ചത്. താങ്ക് യു. എനിക്ക് കിട്ടിയിരിക്കുന്നത് ലോകം അറിയപ്പെടാൻ പോകുന്ന അന്നത്തിന് ഞാൻ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി. രാജിനോട് വെക്കി. എനിക്ക് കിട്ടിയാളെ പറ്റി എന്താ പറയാ, ഇതിന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇയാളെ കുറേ വർഷം മുമ്പേ അറിയാം. നമ്മളുടെ വരാപ്പുഴയിലുള്ള ആളൊന്നും ആയിരുന്നില്ല, വേറെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളെ നാട്ടിലോട്ട് വന്ന ഒരാളാണ്. അപ്പൊ പക്ഷെ ഞാൻ കുറെ വർഷം മുമ്പേ കണ്ടിട്ടുണ്ട്. പിന്നെ ആർക്കെങ്കിലും വലിയ ക്ലൂ കിട്ടിയോ? എന്താ വേറെ ആർക്കെങ്കിലും ഓപ്ഷൻ? ഞാനാണോ? ചേച്ചിയാണോ? അല്ല, എന്റെ തന്നല്ലോ. കൊടുത്തല്ലോ. ചേച്ചിയുടെ പേര് 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്.
അപ്പൊ അതൊന്നും അല്ല, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എങ്ങൊല്ലെന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളുടെ അയലന്തർ വരുന്നു, പക്ഷെ ഇവിടുന്ന് കല്യാണം കഴിച്ച് താമസം മാറിപ്പോയി. എനിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ അനുപമ ബാഞ്ചോട്ടൻ കിട്ടിയല്ല വെറൈറ്റി അത് മുറിച്ചോ കൊടുത്ത് നനച്ചത് ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ, അതായത് ഞങ്ങളുടെ ക്രിസ്മസ് ഫ്രണ്ട്. അപ്പം ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെക്കും. ഇനി ഇതൊക്കെ തിന്ന് തീർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത പരിപാടി. പക്ഷെ തേങ്ങയൊന്നും തിന്ന് തീർക്കാൻ പറ്റത്തില്ല, എന്നാലും ഞങ്ങൾ മാക്സിമം അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ തിന്ന് തീർത്തിരിക്കും. അത് ഞങ്ങൾക്ക് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം പിസ്സ ജിഷ കട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ നേരം കൊണ്ട് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയ സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യും. അതൊരു അയൽവക്കംകാർ തമ്മിൽ എപ്പോഴും ഒരു ഷെയറിങ് മനോഭാവം ഉണ്ടായിരുന്നു അല്ലേ. അപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ അടുത്തില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യണം. അങ്ങനെ അവസരങ്ങളും വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒത്തുകൂടുന്നത് പരസ്പരം ഒന്നു ചേരുന്നതിൻ്റെയൊക്കെ ഒരു സന്തോഷം വളരെ എന്താ പറയുക, അത് അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത കസേരകളിയാണ്. ഞങ്ങൾ മത്സരിച്ച് എല്ലാവരും കൂടിയിരിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും കസേര കളിക്കാനൊക്കെ പ്ലാൻ ചെയ്തു. കസേരകളി ഞങ്ങൾ വലിയവർ മാത്രമല്ല ഉണ്ണിക്കുട്ടനും കാർത്തും ഒക്കെ ചേർന്നിട്ടുണ്ട്. അപ്പം കുട്ടികളും എല്ലാവരും കൂടെ ചേർന്ന് പ്രായഭേദമന്യേ ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷിക്കുകയാണ്. മനോഹരമായി ഞങ്ങളെല്ലാവരും കസാരകളിയൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ ജയിച്ചവർക്ക് സമ്മാനമൊക്കെ കൊടുത്തു. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്. അതൊരു സന്തോഷമാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരു രസമല്ലേ കൂടിയിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവസാനം എന്തായാലും വിജി ചേച്ചി ജയിച്ചു. ഫസ്റ്റ് വിജി ചേച്ചിയാണ്, സെക്കൻഡ് ഞങ്ങളുടെ ശൈലജ ചേച്ചിയാണ്. പിന്നെ ഒരു കാര്യം, ഞങ്ങൾ ക്രിസ്മസ് ഫ്രണ്ടിനെ കിട്ടിയിട്ട് ഞങ്ങൾ ഡയറക്ടറുടെ പേരൊന്നുമില്ല പേര് പറയുന്നതിന് പകരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ക്ലൂ ഒക്കെ കൊടുക്കുകയായിരുന്നു. അങ്ങനെ എന്തായാലും ഉണ്ണിക്കുട്ടനും കാർത്തും കൂടി അടിപൊളിയായിട്ട് കസാരകളി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഓരോരുത്തരും കമൻട്രി ഒക്കെ പറയുന്നുണ്ട്, ബിസ്ക്കറ്റിൻ്റെ കേക്കൊക്കെ ഞങ്ങൾക്ക് തന്നു. പക്ഷേ കുട്ടികൾ എന്തായാലും അത് കിട്ടിയെങ്കിൽ അവരത് കഴിച്ചിരുന്നില്ല. അവർ കറക്റ്റ് അവരുടെ പേരൻസിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പിന്നെ കുറച്ച് അന്താക്ഷരിയൊക്കെ കഴിക്കാനും. ഞങ്ങൾ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് പാട്ടൊന്നും അങ്ങനെ പറയുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് 2 ടീമായിട്ടിരുന്ന് പാട്ടൊക്കെ പാടി സന്തോഷത്തോടെ കളിച്ചു. കിട്ടാത്ത അക്ഷരങ്ങളൊക്കെ പറഞ്ഞൊക്കെയായിരുന്നു കളി. ലായൊക്കെയാണ് പറഞ്ഞത്, ലായിൽ പാട്ടുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞൊക്കെയായിരുന്നു ഒരു ടീം. അങ്ങനെ ഞങ്ങൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പാടി കളിച്ചു. അന്താക്ഷരിയൊക്കെ കളിച്ചതിന് ശേഷം ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് വിഷ് ചെയ്ത്. അപ്പോഴത്തേക്ക് സമയം ഏതാണ്ട് 9:30 ആയി. മിക്കവാറും ആൾക്കാരൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നവരാണ്. എന്നാലും പരസ്പരം ഒന്നിച്ചിരിക്കാനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ ഞങ്ങളത്
നല്ല രീതിയിൽ സന്തോഷപൂർവ്വം വിനിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങളും ഇതുപോലെയുള്ള നല്ല നല്ല ദിവസങ്ങളൊക്കെ ആഘോഷിക്കണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ചെറുതായി ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ നേരുന്നു. അതോടൊപ്പം എല്ലാവർക്കും നല്ല അനുഭവങ്ങളും നല്ല സന്തോഷമുള്ള സമയങ്ങളും ഉണ്ടാകാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ് ഓൾ. അപ്പം ഞങ്ങൾ കിട്ടിയ ഗിഫ്റ്റൊക്കെ കുറേയൊക്കെ കഴിച്ചതിൻ്റെ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉള്ളതൊക്കെ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത്. എന്തായാലും അതൊന്നും ഞങ്ങൾ മിസ്സാക്കിയിട്ടില്ല.